ഹലോ, ഗുഡ് മോർണിംഗ്. വാട്സാപ്പ്. ഇന്ന് സൺഡേ 26th മെയ്, അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് സൺഡേ എഡിഷൻ അങ്ങനെ ചെയ്യാന്ന് വെച്ചു. ഇപ്പം ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് ടു ഒന്ന് രാവിലെ ഫ്രഷൊക്കെ ആയി മുടിയൊക്കെ തുറന്നിട്ട് ഞാൻ ബാക്കി നിന്നിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ എന്തൊക്കെയാണ് ഞാൻ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, പ്ലാനിങ്ങനെ ഫാമിലി ആയിട്ട് ഞങ്ങളുടെ വെച്ചൂർ എൻ്റെ ഇല്ലത്ത് പോവാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ പോയി കഴിഞ്ഞിട്ട് അവൻ്റെ തുലാഭാരമുണ്ട്. അവിടുത്തെ എറണാകുളത്തെ അമ്പലത്തിൽ കഴിഞ്ഞു. ഇനി അവിടെ പോയിട്ട് അവിടുത്തെ തുലാഭാരമുണ്ട്. ഇപ്പോൾ 2-3 സ്ഥലത്ത് തൊഴിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഒരു 6:30 ആയി. ഒരു 8 ആകുമ്പോഴത്തേക്കും ഇറങ്ങണം. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഇവിടെ ഈ ചാനലിൽ എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ബാക്കി എടുക്കാം എന്നുള്ളത്. അപ്പം ഞങ്ങൾ താഴെ റെഡിയൊന്നും ആയിട്ടില്ല. ഇവിടുന്ന് ഇറങ്ങി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാനുള്ളതല്ല. അപ്പോൾ അതേ ചെക്കനൊക്കെ നീറ്റ്. രുദ്രു ഹായ്. ഓ ബൈ. ക്യാമറ കണ്ട ഭയങ്കര ഇതാണ്, പോസിങ് ആണ്. അച്ഛനെ പോലെയാണ്. ക്യാമറ കണ്ട പിന്നെ ഒന്നും മൈൻഡാക്കൂല. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. ഉറക്കമുണ്ട്. അപ്പോൾ കാണാം. ഹായ്, ഒരു ഹായ് പറയാം. ഇപ്പൊ പറയായിരിക്കും, നോക്കാം. ഒരു ഹായ് പറയാ. ഹായ്. അപ്പം ഞാൻ ഇവിടെ എത്തി, കുളിച്ച് ഫ്രഷായി. മുടിയൊക്കെ ഇങ്ങനെ ഉണങ്ങാനിട്ടു. ഇനിയിപ്പം ഡ്രയർ ചെയ്തിട്ടൊന്ന് സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 15 to 20 മിനിറ്റ്സിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഭയങ്കരമായിട്ട് ഇപ്പോൾ മുടി കൊഴിയുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നൊരു സ്പ്രേ ആട്ടോ ഞാൻ കാണിച്ചു തരാം. ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറാണ്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് നാളുകൾ, ഒരു 2 നാളുകളല്ല, ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ റീലായിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷനും കൺസീലറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പോൺസിൻ്റെ BB ക്രീം ഉണ്ട്, അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതും അത്യാവശ്യം നല്ല ഒരു ഫിനിഷ് ഒക്കെ തരുന്നത്. സോറി. അപ്പോൾ അത് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ റെഡിയായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളെ കാണാം. ഞാൻ റെഡിയായി, എല്ലാം മുക്കിയായി. മുടി അവിടെ പോയിട്ട് ചെയ്യാന്ന് വെച്ചു. പിന്നെ എന്നെ ഭയങ്കര ഹാപ്പിയാണ് രാവിലെ മോർണിംഗ് ഒക്കെ. സോറി, രാവിലെ ഭയങ്കരമായിട്ട് സന്തോഷമുള്ള കാര്യം. എനിക്ക് സന്തോഷമുള്ള കാര്യം, ബിക്കോസ് ഈ ഒരു ഡ്രസ്സ് കല്യാണത്തിൻ്റെ മുന്നേ തയ്ച്ചതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ ഫിറ്റ് ആവുമെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. ബിക്കോസ് തടിയൊക്കെ കുറയ്ക്കാനുള്ള ശ്രമത്തിലായതുകൊണ്ടും കുറച്ച് തടി കുറഞ്ഞതുകൊണ്ടും ഞാൻ ഹാപ്പിയാണ്. ലൈക്ക് ഈ ഡ്രസ്സിൽ ഞാൻ ഫിറ്റായി. അതായിരുന്നു എൻ്റെ ടാസ്ക്. ഞാൻ എപ്പോഴായിരുന്നു ലാസ്റ്റ് മന്ത് മാർച്ചിൽ എന്തോ ഞാൻ ഈ ഡ്രസ്സ് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ ഈ ഡ്രസ്സിൽ ഞാൻ ഫിറ്റായി, മീൻസ് കയറി. ഓക്കെ, ഇപ്പം ഞങ്ങൾ ഇറങ്ങാം. വണ്ടി കയറിയിട്ട് ഞാൻ കാണിക്കാം.
ഞങ്ങൾ ഇവിടെ എത്തി. ഇവനത് ഫുൾ മുണ്ട കൊടുപ്പിച്ചു, സെറ്റാക്കിപ്പിച്ചു. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയി തുലാഭാരം ഉണ്ടല്ലേ, അപ്പോൾ തുലാഭാരം വീഡിയോ എന്തായാലും എടുക്കാൻ പറയാം. അപ്പോൾ കാണിച്ചു തരാം. നല്ല കാലാവസ്ഥയായിട്ടോ കാണിച്ചു തരാം. ഇതിൻ്റെ അയ്യോ അയ്യോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോവാം. അമ്പറ്റീശ്വര പോവാം. മഴ അവന് വേണ്ടി വലിയ ശക്തമല്ല, ചെറിയ ചെറിയ തലേ പിടിച്ചു അപ്പോൾ ഞങ്ങളിവിടെ ഇവന് ഫീൽ ചെയ്തിട്ട് ഞങ്ങളിവിടെ റൂമിലിരിക്കുക. ഫുൾ കളി, ഫുൾ മസ്തി എന്ന് പറഞ്ഞാൽ ഫുൾ കളി. പോട്ട് അങ്ങോട്ട് താഴേക്ക്, അങ്ങോട്ട് വാ. ജിഗിടി 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 ജിഗിടി. ഒരു ഫുൾ ഡേ ഇവൻ്റെ കൂടെ നിന്നാലും മതിയാവില്ല. അപ്പോൾ എന്താ പറയുക, അത്രയും ന്യൂ മോംസിനത് എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു സുഖമാണുള്ളത്. അപ്പം ഞങ്ങളുടെ വീട് അമ്പലത്തിനടുത്തായിട്ടാണ്. ഇല്ലം കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാനവിടെ കുറേ പട്ടികളുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് പേടിയാണ്. അപ്പം ഞാനത് നോക്കുമായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാട്ടോ ഇല്ലം, ഞാൻ ഇല്ലം കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. ഇവിടെ സർപ്പക്കാവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തൊഴുതിട്ട് തിരിച്ചു പോവും. പിന്നെ അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് സ്വിഗ്ഗി ഓർഡർ ചെയ്തു. ഞാൻ കുറച്ച് സമയമെടുത്തു. ചേർത്തലേന്ന് വരണം. അപ്പോൾ സോറി, ഞാൻ അങ്ങോട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഒരു കൂട്ടായ്മ. അപ്പം
അപ്പോൾ അത് സ്വിഗ്ഗി ഓർഡർ ചെയ്ത് ഞാൻ ചേർത്തലാണ് വന്നേ. അപ്പോൾ എനിക്ക് വിശന്നു. അപ്പം ഞാൻ സ്വിഗ്ഗി ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ഇവിടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഇവിടെ കറങ്ങാം. ഇങ്ങനെയല്ല, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇല്ല, കാണിച്ചു തരാം. പഴയൊരു നല്ല രസമുണ്ടത്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇവിടുത്തെ പച്ചപ്പും ഹരിതാവൊക്കെ എടുക്കും. വ്ളോഗിൽ വരുന്നേ പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ പറമ്പും ഫുൾ സീനറി. അവിടെ ആയിരുന്നുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ വീട്. അവിടുന്ന് പൊളിച്ചിട്ടാണ് അമ്പലത്തിൻ്റെ അവിടേക്ക് വെച്ചത്. ഞങ്ങളുടെ വണ്ടി. അപ്പം ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഉള്ളിലേക്ക് എടുക്കണോ നോക്കട്ടെ. ഇതിനും കൊടുക്കണ്ട. ഇതെന്താ സാധനം? മാഗിയാണോ? കായും പാലും. പക്ഷേ ഇത് ഇവന്റെ ലഞ്ച് ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇവിടെ എല്ലാവരും ലഞ്ചൊക്കെ കഴിഞ്ഞ് 4 മണിയാ പറയും. ചക്ക കിട്ടി. അപ്പം ചക്ക ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. ഒരെണ്ണം മാത്രമല്ല പഴുത്തിട്ടുള്ളൂ. ഒരെണ്ണം വറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക. കാണിച്ചത് ഇവിടെ അച്ഛനും ക്ലീൻ ചെയ്യുന്നു. ഈ ആൻറ്റി ഇവിടെ വെട്ടി തരണം. ഇതേ ഇനി അത് എറണാകുളത്ത് പോയിട്ട് വറുത്തെടുക്കാം. എനിക്കിന്ന് 3 റീൽസ് എടുക്കാറുണ്ട്. ചേട്ടൻ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ റീൽസ് എടുക്കാൻ പുറത്തേക്ക് പോകും. ഡാൻസിൻ്റെ റീൽസാണ്. അപ്പം 3 എടുക്കുന്നതിന് ഡ്രസ് ചേഞ്ചും ഒരെണ്ണം ഇത് തന്നെ ആയിരിക്കുള്ളൂ. ബാക്കി 2 ഉണ്ട് കോസ്റ്റ്യൂം ചേഞ്ച്. വലിയ കോസ്റ്റ്യൂമൊന്നുമല്ല. ഇതൊക്കെ പോലെ ഒരു കുർത്തയും ഒരു ജീൻസും ഉണ്ടാവുമ്പോൾ. അപ്പം അതൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡി ആയിട്ട് നിങ്ങളെ കാണാൻ പറ്റും. ഞങ്ങളിങ്ങനെ ടൈം പാസ് ചെയ്തോണ്ടിരിക്കും. ഇവിടെ എനിക്ക് ശരിയില്ല. ഹായ് ഹായ് ബലി. ഹായ് ഹായ് ബലി. ചെറുതായിട്ട് ചെയ്തു. രുദ്രു മുട്ട് കാണിക്കാൻ പറ്റും. മുട്ട് 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 മുട്ടെന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിട്ട്. അല്ല എന്നാലും ഇങ്ങോട്ട് വന്നല്ലോ. ഈ പണ്ട് ഞാൻ ഈ സൈക്കിളൊക്കെ എടുത്തിട്ട് ഇവിടെ പുത്തമ്പാല വരെ പോവായിരുന്നു. ഇപ്പോഴും പോവാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഇറങ്ങും. വൈകുന്നേരം ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ കുറേ പറയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഇപ്പം അപ്പം തിന്നുകൊണ്ടായിരിക്കണം. സോറി. അത്രേ ഉള്ളൂ. അപ്പം കാണാം. സോറി. ഞാൻ അപ്പം പറയുമ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട.
ഇതിന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ഡിന്നറിൽ കയറി, അപ്പോൾ ബീച്ചേഴ്സിൽ കയറി ഡിന്നർ കഴിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ വീട്ടിൽ പോകും. അപ്പോൾ ഒരാൾ കൈ തട്ടി അപ്പോൾ അങ്ങനെ കുറേ നേരത്തായിട്ട് അപ്പം ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് വീട്ടിൽ പോകും. പിന്നെ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതൊന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.